നമ്മുടെ അവിടെ 7 മണിക്ക് അമ്പ് ഇറങ്ങും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 9 മണിയാവും കേട്ടോ. ഷോർട്സ് എവിടെയോ അമ്പ് നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 5-10 മിനിറ്റ് അതിനുള്ളിലായിട്ട് നമ്മുടെ അമ്പ് അവിടെ നിന്ന് പോകും. അപ്പോൾ അതിന് മുമ്പുള്ളൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. കാരണം കുറച്ച് പടക്കമോ കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കത്തിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണ് കത്തിക്കുക, അതൊക്കെ എവിടെ വെക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസാണ് എൻ്റെ കയ്യിലെന്നല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും പിള്ളേരുള്ള കാരണം പടക്കം പൊട്ടുമ്പോൾ എങ്ങോട്ട് ഓടണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ എല്ലാവർക്കും. അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഈ അമ്പിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും പള്ളിയിലേക്ക് ഒരുമിച്ച് പോകും കേട്ടോ. ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കൊക്കെയാണ് തുള്ളാനായിട്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഫേവിലാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങി, അവനാണെന്നുണ്ടെങ്കിൽ പടക്കമൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ കുഞ്ഞിതിന് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അവൻ എപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ അതിനനുസരിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്രാവശ്യത്തെ നമ്മുടെ പെരുന്നാൾ നടത്തുന്നത് യൂത്തും അതുപോലെ തന്നെ പ്രവാസികളാണ് കേട്ടോ. നല്ല ഫുൾ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗൊറില്ല, ബേബി പാണ്ട്, പിന്നെ എന്താണ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, മാലാഖമാർ. അതൊക്കെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വൈബാണെന്ന് പറയാം. അതുപോലെ തന്നെ പള്ളിയും അലങ്കാരം എങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ കൊട്ടി നടക്കുന്നുണ്ട്, ഇവിടെ മേളുണ്ട്, നമുക്ക് ബാൻഡ് സെറ്റ് ആവുന്നു. പക്ഷെ എല്ലാം കൊണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പെരുന്നാൾ ചേർന്നിട്ട് ഇപ്രാവശ്യത്തെ. എല്ലാവർക്കും ഫുൾ കളർഫുള്ളാണല്ലോ. അങ്ങനെ പെരുന്നാളിൻ്റെ അമ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കാണ്ട് സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വർത്താനവും കാര്യങ്ങളും എല്ലാം അതുണ്ട്. നമ്മളെല്ലാവരും മക്കളും മരുമക്കളും എല്ലാവരും കൂടി കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.